ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അപകടവുമായി ബന്ധപ്പെട്ട്. ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവുകളുണ്ട് എന്ന് മനസ്സിലാകുന്നത്. കണ്ണൂരിൽ നിന്ന് തടി കയറ്റിയിട്ടുള്ള വണ്ടിയാണ് കടന്നു വന്നിട്ടുള്ളത്. മാഹിയിൽ വണ്ടി നിർത്തി മദ്യം മേടിച്ച് വണ്ടിയിലുണ്ടായിരുന്ന രണ്ടുപേരും ക്ലീനറും ഡ്രൈവറും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മനഃപൂർവ്വമായ നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. IPC 304 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൂപ്പ് ഫോളും ഇല്ലാത്ത വിധത്തിൽ കർശനമായ നടപടി ഇക്കാര്യത്തിൽ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ നോക്കിയിട്ടുമുണ്ട്. ഇവിടെ ആളുകൾ കിടന്നുറങ്ങാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കേണ്ടതാണ്. അത് സംബന്ധിച്ച് പക്ഷേ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് നൽകും. പക്ഷെ എന്തു വന്നാലും വണ്ടി ഓടിച്ചിരുന്നവരുടെ ഭാഗത്ത് നിന്നാണ് പൂർണ്ണമായിട്ടുള്ള തെറ്റെന്നും അവിടുത്തെ ഡിവൈഡർ ഉൾപ്പെടെ ഇടിച്ച് തെറിപ്പിച്ചാണ് ഈ വാഹനം അമിത വേഗതയിൽ വന്നിട്ടുള്ളത് എന്നും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടപ്പിലാക്കും. ജില്ലാ ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ മരണപ്പെട്ടവരെ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് സർക്കാർ തന്നെ പ്രത്യേകമായി തയ്യാറാക്കുന്ന വാഹനങ്ങളിൽ അവരുടെ വീടുകളിലെത്തിക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കണം എന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടറോടും ഇക്കാര്യം കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൃതസംസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള സഹായം അവർക്ക് നൽകാനും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടപടികൾ വേഗതയിലാക്കും. ജില്ലാ കളക്ടറും കമ്മീഷണറും അവിടെ പോയി സന്ദർശിച്ചതിനെ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാകും. എന്തായാലും ഏത് സാഹചര്യത്തിലും കുറ്റമുണ്ടായിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്ന വിധത്തിലുള്ള ബോധ്യപ്പെടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ നേരെയാണ് ഈ ആക്രമണവും മരണവും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കും. ഇതിൽ കുറ്റക്കാരായ ഒരാളെയും വെറുതെ വിടാൻ പോകുന്നില്ല. തുടർന്നുള്ള നടപടിക്രമങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം കോർഡിനേറ്റ് ചെയ്യും. ആളുകളുടെ ചികിത്സയും നൽകാനുള്ള എല്ലാ നിർദ്ദേശവും മെഡിക്കൽ കോളേജ് അധികൃതർക്കും ജില്ലാ കളക്ടർക്കും ഇതിനകം നൽകിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലാണെന്നുള്ളത് കൊണ്ട് മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകില്ല. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സകൾ ഏതെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കാൻ ജില്ലാ ഭരണകൂടത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മരണപ്പെട്ട അവരുടെ വസതികളിൽ എത്തിക്കാനും അതുപോലെ തന്നെ ചികിത്സ തുടരാനുമുള്ള എല്ലാ